മഹത്വമുണ്ടായിരിക്കട്ടെ. നോയമ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നിത്യമായ നിക്ഷേപത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതോടൊപ്പം തന്നെ 34-ാമത്തെ വാക്യം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ള വലിയ ധൈര്യമാണ് നൽകുന്നത്. ഇവിടെ പ്രധാനമായിട്ടും മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന ഒരു യഥാർത്ഥ വിഷയമാണ് സൂചിപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ആകുലത അഥവാ ആങ്സൈറ്റി. ആകുലതയുടെ മധ്യത്തിൽ എപ്രകാരം മനുഷ്യൻ ജീവിക്കുന്നു, മനുഷ്യന്റെ ശരീരത്തെയും ശരീരത്തിന്റെ പ്രവർത്തനത്തെയും ശരീരത്തിലെ അവയവങ്ങളെയും ഈ വേദഭാഗം വളരെ മനോഹരമായി സൂചിപ്പിക്കുന്നതായി നാം കാണുന്നു. ഇവിടെ മനുഷ്യന്റെ ശരീരത്തെ പ്രത്യേകിച്ച് കണ്ണ് ചൊവ്വുള്ളതായിരിക്കണം എന്ന് 22-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നതായി നാം കാണുന്നു. അതോടൊപ്പം തന്നെ 25-ഉം 26-ഉം വാക്യങ്ങളിൽ എന്ത് ഉടുക്കും എന്ത് തിന്നും എന്നുള്ള ചോദ്യവും, അതോടൊപ്പം തന്നെ മനുഷ്യ ജീവിതം പറവകളെ പോലെ ആയിരിക്കണമെന്നും അപ്രകാരം പ്രവർത്തന നിരതമായിരിക്കണം എന്നും വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കുന്നതായി നാം കാണുന്നു. മനുഷ്യ ശരീരത്തെയും ആകുലതയും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഇത് ആരോഗ്യപരമായ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നോയമ്പിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യം എപ്രകാരം നാം നിലനിർത്തുന്നു എന്നതും ഇവിടെ വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. മനുഷ്യ ജീവിതത്തിൽ ഇവിടെ ആകുലത കൊണ്ടുവരുന്ന പ്രശ്നത്തിന് പരിഹാരവും ഈ വേദഭാഗം തന്നെ നൽകുന്നതായി നാം കാണുന്നു. എപ്രകാരമാണ് മനുഷ്യ ജീവിതത്തിന് അതിൻ്റെ ആകുലതയുടെ മധ്യത്തിൽ ഒരു പരിഹാരം ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്? അതും വളരെ വ്യക്തമായിട്ട് 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ജീവിതത്തിൽ നാം എന്തിന് പരിഗണന നൽകുന്നു എന്നുള്ളതാണ് ആകുലതയുടെ മധ്യത്തിലുള്ള പരിഹാരം. ദൈവത്തിന് പരിഗണന നൽകുകയാണെങ്കിൽ ജീവിതത്തിൽ ആകുലത ഇല്ലാതെയായിത്തീരും എന്ന് ഈ വേദഭാഗം വളരെ വ്യക്തമായി നമ്മളോട് പ്രതിപാദിക്കുന്നു. ജീവിതത്തിന്റെ വ്യക്തതക്കുറവ് അത് പലപ്പോഴും നാം നൽകുന്ന പരിഗണനയുടെ വിപത്തായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് പരിഗണന എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റു പലതിൻ്റെയും മധ്യത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുക എന്നുള്ളതല്ല, പിന്നെയോ മറ്റ് എല്ലാത്തിൻ്റെയും മുകളിൽ ദൈവത്തിന് പരിഗണന നൽകുക എന്നുള്ളതാണ് ആകുലത അകറ്റുവാനുള്ള ഏറ്റവും വലിയ മരുന്ന്. അതാണ് നോയമ്പിന്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ വേദഭാഗത്ത് നമ്മൾ വിവരിക്കുന്നതായി ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ അപ്രകാരം ആകുലതകൾ അകറ്റി ദൈവത്തിന് പരിഗണന നൽകുവാൻ നമുക്ക് സാധിക്കുമോ? ഇത് നാം ഇന്ന് എടുക്കുന്ന തീരുമാനമാണ്. ഇന്നിന്റെ അനുഭവത്തിലാണ് നാം ദൈവത്തിന് പരിഗണന നൽകേണ്ടുന്നത്. അതുകൊണ്ടാണ് വിശ്വപ്രസിദ്ധമായ ഹോളിവുഡ് ചലച്ചിത്രം, പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് കുംഫു പാൻഡ എന്ന ചലച്ചിത്രം. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യെസ്റ്റർഡേ ഇസ് ഹിസ്റ്ററി, ടുമോറോ ഇസ് മിസ്റ്ററി, ബട്ട് ടുഡേ ഇറ്റ്സ് എ ഗിഫ്റ്റ്, ദാറ്റ് ഈസ് വൈ വി കോൾ ഇറ്റ് പ്രസന്റ്. ഇന്നിന്റെ അനുഭവം നമുക്കൊരു സമ്മാനമാകുന്നു. ഈ സമ്മാനം നമ്മൾ എന്തിനാണ് പരിഗണന നൽകുന്നത്? ദൈവത്തിനാകുന്നു പരിഗണന നൽകുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആകുലത ഇല്ലാതെ ജീവിക്കുവാൻ നമുക്ക് ഈ നോയമ്പിന്റെ കാലഘട്ടത്തിൽ സാധിക്കും. നമ്മുടെ ജീവിതങ്ങളെ ആകുലതകൾ അകറ്റി ജീവിതത്തിൽ അർത്ഥം ഉള്ളതാക്കി തീർക്കുവാൻ, ദൈവത്തിന് പരിഗണന നൽകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാക്കട്ടെ. ആമേൻ.